അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധികളുടെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സംശയങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്, അതിനുള്ള കാര്യപ്രാപ്തിയുണ്ട്. എങ്കിൽ പോലും സംശയം നമ്മെ പിടികൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യപ്രാപ്തിയും അവസരങ്ങളുമൊക്കെ കാറ്റ് അഴിച്ചുവിട്ട ബലൂണ് പോലെ ഒന്നുമില്ലാതെ ആയിപ്പോകും. ദൈവം ജീവിതത്തിൽ നൽകുന്ന ഓരോ അവസരങ്ങളും പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുകയും അതിൽ മുന്നേറുകയും ചെയ്താൽ തീർച്ചയായിട്ടും ജയമുണ്ടാകുമെന്നുള്ളത് തർക്കമില്ലാത്ത സംഗതിയാണ്. എല്ലാറ്റിലുമുപരി അചഞ്ചലമായ ദൈവവിശ്വാസം നമുക്ക് കൈമുതലായിരിക്കണം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാം വാക്യം വായിക്കട്ടെ. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. ശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ സർവശക്തനായ ദൈവത്തിന് സാർവത്രികമായി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള നാമമാണ് യാഹ്വേ എന്നത്. ആ നാമത്തോടുള്ള ഭക്തി ആദരവ് നിമിത്തം യഹൂദ ജനത ആ വാക്ക് ഉച്ചരിക്കാറ് പോലുമില്ല. ആ പദം എഴുതേണ്ടി വരുമ്പോൾ അവർ എഴുതിക്കൊണ്ടിരിക്കുന്ന പേന മാറ്റിയിട്ട് അതിനുവേണ്ടി പ്രത്യേകം സൂക്ഷിച്ചിരിക്കുന്ന പേന ഉപയോഗിച്ചാണ് ഈ യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്ന നാമം എഴുതുന്നത്. യാഹ്വേ അല്ലെങ്കിൽ യഹോവ എന്ന നാമത്തോട് ചേർത്ത് പല പേരുകളും തിരുവചനത്തിലുണ്ട്. ഇതിൻ്റെ ഒക്കെ അർത്ഥം ദൈവത്തിൻ്റെ സ്വഭാവവും തൻ്റെ സർവശക്തിയും പ്രവർത്തന രീതിയുമൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തൻ്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന് ദൈവത്തിൽ നിന്നും കൽപ്പന പുറപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ ദൈവം അബ്രഹാമിൽ അർപ്പിച്ചിരുന്ന വിശ്വാസവും അബ്രഹാം ദൈവത്തിൽ അർപ്പിച്ചിരുന്ന വിശ്വാസവും തമ്മിലൊരു ഏറ്റുമുട്ടലാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ വിജയമാണ് തുടർന്നുള്ള അബ്രഹാമിന്റെ ചുവടുകളിൽ നമുക്ക് ദർശിക്കാൻ പറ്റുന്നത്. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് തന്റെ മകനെയും കൂട്ടി യാഗത്തിന് വേണ്ടി പുറപ്പെട്ട് മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതി ഇസഹാക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അപ്പാ, തീയും വിറകും കത്തിയുമുണ്ട്, ഇനി നമുക്ക് ഒരു യാഗമൃഗമാണ് ആവശ്യം, അത് എവിടെ? അപ്പോൾ അബ്രഹാം പറയുന്ന ആ വാക്ക് നമ്മൾ കുറെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് അബ്രഹാം പറയുന്നത്, ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുമെന്നല്ല, മറിച്ച് ഇങ്ങനെയാണ് അബ്രഹാം ഓർമ്മിപ്പിക്കുന്നത്, മകനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും. നിന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്ന ദൈവിക നിർദ്ദേശം പാലിച്ച് പൂർണ്ണമായിട്ട് അത് നടപ്പിലാക്കാനായി മലയുടെ മുകളിലേക്ക് വിശ്വാസ ചുവടുകൾ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന പ്രഖ്യാപനത്തിന് ഉടമയായി തീർന്നതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തിൽ ആശ്രയിച്ച് ആരംഭിച്ച ഒരു ചുവടുകളിലും സംശയം തന്നെ പിടിച്ചില്ല, പിടിമുറുക്കിയില്ല, അതിനനുവദിച്ചതുമില്ല. നമ്മുടെയൊക്കെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും ഇല്ലായ്മകൾ, അല്ലെങ്കിൽ സാധ്യതകൾ അസ്തമിച്ചത്, അല്ലെങ്കിൽ വഴിയടഞ്ഞത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴല്ലേ. എന്നാൽ അബ്രഹാമിനെ പോലെ യഹോവ കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും എന്ന വലിയ ചിന്ത, വിശ്വാസത്തിന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വളർത്തുവാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിരാശയുടെ സ്ഥാനത്ത് പ്രത്യാശ വളരുവാൻ തുടങ്ങും. വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രപഞ്ചത്തെ, അതായത് നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ സകല ചരാചരങ്ങളെയും സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ വിധത്തിൽ ഒരു മേഖലയിലും ഒന്നിനും കുറവില്ലാതെ വണ്ണം മനുഷ്യനെ പരിപാലിക്കുക എന്നതായിരുന്നു ദൈവിക പദ്ധതി. നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ദൈവത്തിന്റെ കരുതലിന്റെ കരങ്ങൾ നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ശരീരത്തിൽ ചെറിയ ഒരു മുറിവ് ഉണ്ടായാൽ പോലും രക്തസ്രാവം നിലയ്ക്കാത്ത ഒരു മനുഷ്യൻ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഒരു സംഭവം ഞാൻ ഇങ്ങനെ വായിച്ചു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് എടുക്കേണ്ടതായ കരുതലുകളൊക്കെ ഡോക്ടർമാർ സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചു, മനസ്സിലാക്കി കൊടുത്തു. തന്നിക്കും കൂടെ ഉണ്ടായിരുന്നവർക്കും അത് തികച്ചും അസാധ്യമായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. തൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ്. എന്നാൽ ദൈവത്തിന്റെ ദിവ്യമായ പരിപാലനവും അത്ഭുതകരമായ ദൈവപ്രവൃത്തിയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ കൂടി എൻ്റെ ജീവിതം കടന്നുപോയപ്പോഴാണ്.
അതേ പ്രിയരെ, നമുക്ക് അസാധ്യമെന്നും നമുക്ക് കഴിയാത്തതെന്നും ഒക്കെ വിചാരിച്ച് മാറ്റിവെക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, അവിടെ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങും, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക് പോലും വ്യർത്ഥമല്ല എന്നുള്ളത്. പ്രാർത്ഥനയുടെ വിശദീകരണമെന്നോണം കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ, ഇച്ഛിക്കുന്നെങ്കിൽ, സർവശക്തനായ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് എത്രയധികം നന്മകൾ നൽകും. ദോഷികളായ നിങ്ങൾ നല്ല ദാനങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്നെങ്കിൽ, കരുതുന്നെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്ന് പൂർണ്ണമായ ബോധ്യവും ഉറപ്പും നിങ്ങൾക്കുണ്ടെങ്കിൽ ഇക്കാര്യം കൂടി ഇങ്ങനെ ഉറച്ചു വിശ്വസിക്കുക: എനിക്ക് വേണ്ടിയും നല്ലതൊന്ന് ദൈവം കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് സകല ആകുലതകളെയും അകറ്റി ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ ചുവട് വയ്ക്കുക. യഹോവയുടെ കരുതൽ, ദൈവത്തിന്റെ കരുതൽ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും, അല്ല ഓരോ നിമിഷങ്ങളിലും വെളിപ്പെടുത്തി ദൈവം നിങ്ങളെ സഹായിക്കും. സ്വർഗീയപിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറാതെ, ആവശ്യങ്ങളുടെ മുമ്പിൽ പതറാതെ, പ്രശ്നങ്ങളുടെ മുമ്പിൽ പതറാതെ, അങ്ങയിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അങ്ങയുടെ കരുതൽ വെളിപ്പെടുമെന്ന ബോധ്യത്തോടെ മുന്നേറാൻ നിങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.